ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ ഇന്ന് അമ്മ വന്നേക്കുന്നത് 10 അടുക്കള ടിപ്സുമായിട്ടാണ്. അതായത് ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത 10 അടുക്കള പൊടിക്കൈ ആയിട്ടാണ് അമ്മ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് കണ്ടിട്ട് വരാം. ടിപ്പ് നമ്പർ 1. എത്ര പഴകിയ ദോശക്കല്ലായിക്കോട്ടെ അല്ലെങ്കിൽ അപ്പച്ചട്ടി ആയിക്കോട്ടെ, നമുക്ക് അടുക്കി പിടിക്കുന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉള്ളൊരു ചട്ടി എടുക്കുക. അത് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടിപ്പ്. അപ്പോൾ 1 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. അതിനകത്തോട്ട് 1 സ്പൂൺ മുട്ടയുടെ ഉണ്ണി മാത്രം ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ദോശക്കല്ലയിൽ മുഴുവൻ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു തുണി വെച്ചിട്ട് നമുക്ക് അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ദോശ ഒന്ന് ചുട്ട് നോക്കാം. സെയിം കല്ലിൽ തന്നെയാണ് നമ്മൾ ദോശ ചുടുന്നത്. അപ്പോൾ ഇത് അടുക്കി പിടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ്. ടിപ്പ് നമ്പർ 2. ചെറിയ ഉള്ളി പൊളിക്കാൻ എല്ലാവർക്കും ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലല്ലേ. അപ്പോൾ അത് പൊളിക്കാൻ എളുപ്പമുള്ളൊരു വഴിയാണ്. നമ്മൾ 2 അറ്റവും കണ്ടിച്ച് ഒരു അറ്റം കണ്ടിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇച്ചിരി പൊളിച്ചെടുത്തിട്ട് ഇച്ചിരി വലിച്ചെടുത്തിട്ട് അടുത്ത അറ്റവും കണ്ടിക്കുക, 2 അറ്റവും കണ്ടിക്കുക. ഇതുപോലെ ഇച്ചിരി ഒന്ന് പൊളിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് ഞെരടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചെറിയ ഉള്ളി നല്ലതായിട്ട് നന്നാക്കിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്കധികം സമയം എടുക്കാതെ തന്നെ നമുക്കിത് നന്നാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ടിപ്പ് നമ്പർ 3. പുഴുങ്ങിയ മുട്ട ചില സമയത്ത് നമ്മൾ അതിൻ്റെ തൊണ്ട് പൊളിക്കുമ്പം ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ. അതിൻ്റെ ദശയൊക്കെ ചില സമയത്ത് അടർന്നു പോരും. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പൊളിച്ചെടുക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് നമ്മൾ തൊണ്ട് പൊളിക്കുമ്പം കുറച്ചൊന്ന് പൊളിച്ചിട്ട് അതിനൊരു ചെറിയൊരു മെമ്പറൈൻ പോലെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വലിച്ചിളക്കിയിട്ട് നമ്മൾ നല്ലപോലെ മുട്ടയ്ക്ക് ക്രാക്ക് വീഴ്ത്തുക. മേശയിലോ ഭിത്തിയിലോ ഇടിച്ച് നല്ലപോലെ ക്രാക്ക് വരുത്തിയ ശേഷം വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെക്കുമ്പോഴത്തേക്കിനും വെള്ളം കയറിയിട്ട് മെംബ്രെയിൻ്റെ മുട്ടയുടെ ഇടയ്ക്ക് ഒരു സ്പേസിൽ വെള്ളം കയറി അത് ലൂസാവും. അതിന് ശേഷം നമ്മൾ പൊളിച്ച് കഴിയുമ്പോഴത്തേക്കിനും വളരെ ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 4. സാധാരണഗതിയിൽ നമ്മൾ മാങ്ങ ഉപയോഗിച്ചിട്ട് മാങ്ങയുടെ അണ്ടി നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം വേറൊരു ഐഡിയ ആണ്. മാങ്ങയുടെ അണ്ടി നമ്മൾ എപ്പോഴും ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പം നമുക്ക് മാങ്ങ കിട്ടാതെ വരുമ്പോഴത്തേക്കിനും നമ്മളിത് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് അതിൻ്റെ ഐസ് പോകുന്ന കണക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് ഞെരടിയ ശേഷം ഈ മാങ്ങയുടെ അണ്ടി നമുക്ക് കഴുകി നമുക്ക് മീൻ കറിക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രുചി വ്യത്യാസം ഉണ്ടാവില്ല. എന്നാൽ മാങ്ങയുടെ അതേപോലെ തന്നെ പുളി നമുക്ക് കിട്ടുകയും ചെയ്യും. മീൻ കറിക്കൊക്കെ ഉള്ള പുളി നമുക്ക് ഇതുവഴി നമുക്ക് കിട്ടുകയും ചെയ്യും. ടിപ്പ് നമ്പർ 5. അതായത് സബോള അരിയുമ്പം എല്ലാവരുടെയും കണ്ണ് നീറും അല്ലേ. അപ്പോൾ കണ്ണ് നീറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ആയിട്ടാണ് അമ്മ ഇന്ന് വന്നേക്കുന്നത്. അതായത് സബോള അരിയുമ്പം ഫാനിൻ്റെ നേരെ ചുവട്ടിൽ നിന്ന് നമ്മൾ സബോള അരിയാണെന്നുണ്ടെങ്കിലും ഒട്ടും നമ്മുടെ കണ്ണ് നീറുകയില്ല, നമുക്ക് ആ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ടിപ്പ് നമ്പർ 6. ചക്കക്കുരു വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ടിപ്പ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലി നമ്മൾ ആദ്യം ഇളക്കി കളഞ്ഞിട്ട് വെള്ളത്തിൽ 1 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ കത്തി വെച്ച് ചുരണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന മെത്തേഡ് അതല്ല. ഹെവി ഡ്യൂട്ടി സ്കോച്ച് ബ്രൈറ്റ് എടുക്കുക. അത് വെച്ചിട്ട് നമുക്ക് വെറുതെ 2 വശവും നമ്മൾ വെറുതെ ഉരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിനും വളരെ എളുപ്പത്തിൽ നമുക്ക് ചക്കക്കുരു വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് കൂർക്കയും ഇതേപോലെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് ചുരണ്ടി എടുക്കാവുന്നതാണ്. ഹെവി ഡ്യൂട്ടി സ്കോച്ച് ബ്രൈറ്റ് വെച്ചിട്ട് നമുക്ക് 2 സൈഡിലും ചുരണ്ടി നമുക്കത് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ടിപ്പ് നമ്പർ 7. പാല് തിളപ്പിച്ച ശേഷം നമ്മളത് മൂടി വെച്ച് കഴിഞ്ഞ് പാട ചൂടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കും നമ്മളത് അരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അത് പാട ചൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മൾ തിളപ്പിച്ച ശേഷം ഉടനെ തന്നെ ചൂടോടെ തന്നെ ഇതുപോലെ ആറ്റി പതപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പാട ചൂടത്തില്ല കേട്ടോ. ടിപ്പ് നമ്പർ 8. മിക്സിയിൽ നമ്മൾ ചൂടുള്ള സാധനങ്ങൾ മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേക്കിനും അത് പുറത്തോട്ട് തെറിക്കും അല്ലേ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ മിക്സിക്കകത്ത് സാധനം നിറച്ചിട്ട് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് ആദ്യം പൾസിൽ 1-2 പ്രാവശ്യം അത് നെക്കി അതൊന്ന് പൾസ് അടിച്ച് കഴിഞ്ഞിട്ട് മാത്രം നോർമൽ രീതിയിൽ മിക്സി അടിച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ഒട്ടും തെറിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടോടെയാണ് ഇപ്പോൾ അമ്മ എടുത്തേക്കുന്നത്. നമുക്കത് തുറന്ന് നോക്കാം എന്തോരം ചൂടുണ്ടെന്ന്. അതിനകത്ത് ആവി പറക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല.
ടിപ്പ് നമ്പർ 9. വറ്റൽ മുളക് നമ്മൾ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. വറ്റൽ മുളക് നമ്മൾ മേടിച്ച ശേഷം വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയ ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് കണ്ടോ, 2 വിരലും കൊണ്ട് നമുക്ക് പൊട്ടിക്കാം, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല അത് തണുത്തിരിക്കും. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം പ്ലാസ്റ്റിക് കൂടിനകത്ത് കെട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ടിപ്പ് നമ്പർ 10. നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടുന്ന ഗ്ലാസ്സിലൊക്കെ അതിൻ്റെ പേരുണ്ടാവില്ലേ, ആ പേരെങ്ങനെ റിമൂവ് ചെയ്യുന്നതാണ് ഈ ടിപ്പിൽ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് എഴുത്തുള്ള ആ ഭാഗം മുങ്ങിക്കിടക്കുന്നതനുസരിച്ച് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1 മണിക്കൂറെങ്കിലും നമ്മളത് ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു സ്കോച്ച് ബ്രൈറ്റോ ഏതെങ്കിലും ഒരു പാത്രം കഴുകുന്നത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നല്ല പുത്തൻ പുതിയ ഗ്ലാസ് പോലെ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.